ഇന്ന് നേന്ത്രക്കായ കാളൻ കുറുക്കിയത് ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കിലോ കായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, വേപ്പിലയിട്ട് വേവിച്ചെടുത്താണ് ഇത് കേട്ടോ. ഒട്ടും വെള്ളമില്ലാതെ വേണം വേവിച്ചെടുക്കാൻ. അതിന് ശേഷം നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് ഒരു 3/4 മുറിയുണ്ട്. ഒരു മുറി ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. പിന്നെ അതിൽ കുരുമുളകാണ്, 1 സ്പൂണ് കുരുമുളക് ഇട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് ജീരകം, നല്ല ജീരകം ഇട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പം ഞാൻ തേങ്ങ ചെരുകി വെച്ച പാത്രം കഴുകി ആ വെള്ളം അതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അരച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ വേവിച്ച് വെച്ച കായയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. ഒട്ടും വെള്ളം ചേർക്കണ്ട കേട്ടോ, ഇത് മാത്രം മതി. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം അത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ഉപ്പിട്ട് വേവിച്ചു എന്ന് പറഞ്ഞാലും ഇതൊക്കെ ചേരുമ്പോൾ ഉപ്പ് പോരായ്ക വരും. അപ്പോൾ നമുക്ക് ഉപ്പ് പിന്നെ ഇട്ട് കൊടുക്കാം, നോക്കിയിട്ടിടാം. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്ത് കുറുക്കിയെടുക്കണം. ഒട്ടും വെള്ളം അങ്ങനെ പാടില്ല കേട്ടോ. ഇനി നമ്മൾ തൈരൊക്കെ ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ട് കണ്ട ഇതേപോലെ ആയിപ്പോൾ ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. ഒട്ടും വെള്ളമില്ലാണ്ട് കണ്ട കുറുതായിരിക്കുന്നത്. അപ്പം തൈര് ഞാൻ ആ മിക്സിയിലൊന്ന് അടിച്ചു കൊടുത്തു കേട്ടോ, കട്ടകളില്ലാണ്ടിരിക്കാൻ. ഇനി നമുക്ക് എന്തായാലും ഉപ്പ് ചേർക്കണം, തൈര് ചേർത്തതല്ലേ. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പോരെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ, നോക്കിയിട്ട്. പോരാന്നുണ്ടെങ്കിൽ ഒരു നുള്ളും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1/2 സ്പൂണും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതൊന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ തിളപ്പിക്കണ്ട, ഒന്ന് ചെറിയ തള വന്നാൽ മതി. നമുക്ക് അതിനൊരു താളിപ്പ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതായി വരട്ടെ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് അടിയൊക്കെ പിടിക്കാണ്ട് നോക്കണം കേട്ടോ. നമുക്ക് ഒട്ടും നല്ല കുറുതായിരിക്കണം ഈ കറി കേട്ടോ. അപ്പോൾ ആദ്യം കടുക് ഇട്ട് കൊടുത്തു. ഇനി ഒരു ചെറിയ സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, പൊട്ടി വരുമ്പോൾ. ഉലുവ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഒരു 3-4 ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ വേപ്പില ഇട്ടിട്ട് നമുക്കതൊന്ന് മൊരിച്ചെടുക്കാം. മൊരിച്ചതിലൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാളൻ കുറുക്കിയത് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നല്ല കുറുതായിരിക്കണം ഈ കറി കേട്ടോ. അതാണ് അതിൻ്റെ ഒരു കറിയുടെ ഒരു സ്ട്രക്ചർ. അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നമ്മളിതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. കാളൻ കുറുക്കിയത് റെഡി ആയിട്ടുണ്ട്. ചാറൊക്കെ ഉണ്ടാവും. നല്ല കട്ടിയാണ് അത്. ഇനി ഒന്നും കൂടി കട്ടിയാവും അത് ഇരുന്നിട്ട്. അപ്പോൾ താങ്ക് യു. വീഡിയോസൊക്കെ കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.